തട്ടി വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരമുറി സവാള ചേർത്ത് കൊടുക്കാം. ഉള്ളി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി, ചെറുള്ളി, ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് വഴറ്റി കൊടുക്കാം. എൻ്റെ കയ്യിൽ തക്കാളിയില്ല, പുളിയില്ല. അങ്ങനെയാണ് നമ്മളിന്ന് മീൻ കറി വെക്കാൻ പോകുന്നത്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് തക്കാളി, പച്ചമുളക് ഒക്കെ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകം. ഇനി നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. നമ്മൾ മത്തി മീനാണ്, ചെറിയ കുഞ്ഞ് മത്തിയാണ് കേട്ടോ. എന്നൊക്കെ മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ കുഞ്ഞമത്തിയാണ്. ഇനി നമുക്കിത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മീനുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് കണ്ട് വേവിക്കാം. അങ്ങനെ അടച്ച് വെക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നോക്കാം. അങ്ങനെ നമ്മളുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. തിളച്ച് വന്നിട്ടുണ്ട്. മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ മീൻ കറി റെഡി.